നമസ്കാരം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിറഞ്ഞ ഇന്നത്തെ ഈ ദിവ്യമായ തൊടുകുറി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ എത്തിയത് ഒരു യാദൃശ്ചിക കാര്യമല്ല. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നതുപോലും ചിലപ്പോൾ ഗുരുവായൂരപ്പന്റെ ഒരു സൂചനയായിരിക്കാം. കാരണം ഭഗവാൻ ആരെ എപ്പോൾ എങ്ങനെയാണ് തന്റെ അടുക്കലേക്ക് വിളിക്കേണ്ടത് എന്ന് കൃത്യമായി അറിയുന്നവനാണ്. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ചില ആളുകൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടാകും. ചിലർ മനസ്സിൽ വലിയ പ്രാർത്ഥനകളുമായിട്ട് ഇരിക്കുന്നവരായിരിക്കും. ചിലർക്ക് ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ ഉണ്ടാകാം. ചിലർക്ക് ഭാവിയെക്കുറിച്ചുള്ള ഭയമുണ്ടാകാം. ചിലർക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം ഉള്ളിൽ വീണ്ടും വീണ്ടും വരികയും ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഗുരുവായൂരപ്പൻ ഒരിക്കലും തൻ്റെ ഭക്തരെ കൈവിടില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന്. പക്ഷെ ഭഗവാൻ വൈകിപ്പിക്കുന്നതെല്ലാം നിഷേധിക്കാനല്ല, ശരിയായ സമയത്ത് ഏറ്റവും നല്ലത് നൽകാനാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ പോലും ഭഗവാൻ നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ അനുവദിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. പുറത്ത് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും ഉള്ളിൽ വലിയൊരു ഭാരം കൊണ്ടു നടക്കുന്ന അവസ്ഥ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് വരാറുണ്ടാകും. എൻ്റെ ജീവിതം ഇനി എങ്ങോട്ടു പോകും? എനിക്ക് ആഗ്രഹിച്ചത് നടക്കുമോ? എൻ്റെ ഈ വിഷമം അവസാനിക്കുമോ? ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. പക്ഷേ ഇന്നത്തെ ഈ തൊടുകുറിയിലൂടെ ഗുരുവായൂരപ്പൻ നിങ്ങളോട് ചില പ്രധാന കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഈ വീഡിയോ പൂർണ്ണ വിശ്വാസത്തോടെയും മനസ്സിന്റെ ശുദ്ധിയോടെയും കാണുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് അത്ഭുതകരമായി ബന്ധപ്പെടാം. ഇത് വെറും വിനോദത്തിനായിട്ട് മാത്രം കാണാതിരിക്കുക, മറിച്ച് ഗുരുവായൂരപ്പന്റെ ഒരു ദൈവിക സന്ദേശമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. കാരണം ചിലപ്പോൾ അവസാനം പറയുന്ന ഒരു വാക്ക് പോലും നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു പ്രതീക്ഷ നൽകാം. ഇനി എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. ഗുരുവായൂരപ്പന്റെ ദിവ്യരൂപം മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാന്റെ തിരുനടയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. ആ ദീപപ്രകാശം, ആ ക്ഷേത്രനാഥം, ആ ദിവ്യമായ അനുഭവം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിൽ ചിന്തിക്കുക. ആ ആഗ്രഹം നടക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലേ? ഇനിയെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള 3 ചിത്രങ്ങളിലേക്ക് പതിയെ കണ്ണുകൾ തുറന്നു നോക്കുക. ഒന്നാമത്തെ ചിത്രം, രണ്ടാമത്തെ ചിത്രം, മൂന്നാമത്തെ ചിത്രം. ഈ 3 ചിത്രങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഒരിക്കലും വേഗത്തിൽ തിരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ മനസ്സ് ഏത് ചിത്രത്തിലേക്കാണോ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെയും സൂചിപ്പിച്ചേക്കാം. നിങ്ങൾ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മനസ്സ് ശാന്തമാക്കി പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള തുളസിമാലയിട്ട ഗുരുവായൂരപ്പന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത ഒന്നാമത്തെ ചിത്രം തുളസിമാലയിട്ട ഗുരുവായൂരപ്പന്റെ ദിവ്യരൂപമാണ്. ഇത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ആത്മീയമായി ബന്ധമുള്ള ഒരു ദൈവിക സൂചനയായിരിക്കാം. ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ജീവിതത്തിലെ ചില പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം. പുറത്ത് എല്ലാം സാധാരണ പോലെ കാണിച്ചാലും ഉള്ളിൽ വലിയ ചിന്തകളും ഭാരവും ഉണ്ടായിരിക്കാം. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ? എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ വൈകുന്നത് എന്തുകൊണ്ട്? എൻ്റെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ മനസ്സിൽ പലപ്പോഴും വരാറുണ്ടാകും. പക്ഷെ ഗുരുവായൂരപ്പൻ ഒരിക്കലും തൻ്റെ ഭക്തനെ മറക്കില്ല. അവൻ സമയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. തുളസി എന്നത് സാധാരണ ഒരു ഇല മാത്രമല്ല, അതൊരു ശുദ്ധിയുടെ, ഭക്തിയുടെ, സംരക്ഷണത്തിന്റെ ചിഹ്നമാണ്. ഗുരുവായൂരപ്പന്റെ മാലയായി തുളസി വരുന്നത് തന്നെ വളരെ ശക്തമായ ഒരു ആത്മീയ സൂചനയാണ്. ഇത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുദ്ധമായ മാറ്റം തുടങ്ങാൻ പോകുന്നു എന്നതാണ്. നിങ്ങൾ ഏറെ നാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വിഷമങ്ങൾ പതിയെ മാറി തുടങ്ങും. ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫലം കാണുന്ന പലർക്കും ഇപ്പോൾ അനുഭവം ഇങ്ങനെയായിരിക്കും.
മനസ്സിൽ ആശങ്ക, ഭാവിയെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബന്ധങ്ങളിൽ അകലം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു മനോഭാവം. പക്ഷേ ഗുരുവായൂരപ്പൻ പറയുന്നത് വളരെ വ്യക്തമാണ്. ഇത് അവസാന ഘട്ടമാണ്, തുടക്കം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോവുകയാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു മാറ്റമായിരിക്കാം, പക്ഷെ അതിന്റെ ഫലം വളരെ വലിയതായിരിക്കും. നിങ്ങൾ ഇന്ന് സഹിക്കുന്ന ചില പ്രശ്നങ്ങൾ ഭാവിയിൽ ഒരു വലിയ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനമായിരിക്കും. ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്നത് മറ്റൊരു പ്രധാന കാര്യമാണ്: നീ തളരരുത്. കാരണം നിങ്ങൾക്കുള്ളിൽ വലിയൊരു ശക്തിയുണ്ട്, പക്ഷെ അത് ഇപ്പോൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. ഈ സമയമാണ് നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങളിൽ മാറ്റം വരാൻ പോവുകയാണ്. അകലം മാറും, തെറ്റിദ്ധാരണകൾ അവസാനിക്കും, പഴയ വേദനകൾ ശമിക്കും. ചിലർ നിങ്ങളെ വീണ്ടും മനസ്സിലാക്കുന്ന സമയം വരും. പക്ഷെ അതിലും പ്രധാനമായത് നിങ്ങൾ തന്നെ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നു എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വിഷമങ്ങൾ ഒരിക്കലും ശാശ്വതമല്ല, അതൊരു ഘട്ടം മാത്രമാണ്. ഗുരുവായൂരപ്പൻ പറയുന്നത് പോലെ ഇരുട്ട് എത്ര ശക്തമായാലും വെളിച്ചം അതിനെ മറികടക്കും. ചിലർക്ക് ഇത് ജോലി മാറ്റത്തിന്റെ സമയമായിരിക്കും, ചിലർക്ക് പുതിയ അവസരങ്ങളുടെ തുടക്കമായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് സഹായങ്ങൾ വരാം. നിങ്ങളുടെ കഴിവുകൾ ആളുകൾ തിരിച്ചറിയുന്ന സമയം വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങൾ വൈകിയിട്ടില്ല, നിങ്ങൾ പിന്നിലല്ല, നിങ്ങൾ ശരിയായ സമയത്തിന്റെ കാത്തിരിപ്പിലാണ്. ഗുരുവായൂരപ്പൻ പലപ്പോഴും നേരിട്ട് കാണിക്കില്ല, ഭഗവാൻ നിശബ്ദമായി പ്രവർത്തിക്കും. ഇപ്പോൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മറഞ്ഞ പ്രവർത്തനം നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നല്ല കാര്യങ്ങൾ രൂപപ്പെടുകയാണ്. വളരെ പെട്ടെന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തും. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും വരുന്നത്. അത് നിങ്ങളുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നീ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ കൈവിടില്ല. നിങ്ങളുടെ വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ ശക്തി. ഈ സന്ദേശം നിങ്ങൾക്ക് സ്പർശിച്ചാൽ ഒരു നിമിഷം കണ്ണുകളടച്ച് ഗുരുവായൂരപ്പനെ നന്ദിയോടെ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ. ഭഗവാനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഒരു പ്രാർത്ഥനയായിട്ട് അത് നമുക്ക് സമർപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്കായിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ചിത്രം മയിൽപീലി അലങ്കരിച്ച ഗുരുവായൂരപ്പന്റെ ദിവ്യരൂപമാണ്. ഇത് സാധാരണ തിരഞ്ഞെടുപ്പല്ല, ഇത് ഭാഗ്യത്തിന്റെ, മാറ്റത്തിന്റെ, പുതിയ തുടക്കങ്ങളുടെ ഒരു ശക്തമായ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഈ ഫലം കാണുന്ന പലർക്കും ഇപ്പോൾ ജീവിതത്തിൽ ഒരു അസ്വസ്ഥതയുണ്ടായിരിക്കാം. തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ, മുന്നോട്ടുള്ള വഴിയെക്കുറിച്ചുള്ള ആശങ്ക, സാമ്പത്തിക സമ്മർദ്ദം, ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ തടസ്സങ്ങൾ, അല്ലെങ്കിൽ ബന്ധങ്ങളിലെ കുഴപ്പങ്ങൾ. പുറത്ത് നിങ്ങൾ ശക്തനായി കാണിച്ചാലും ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടാകാം. പക്ഷെ ഗുരുവായൂരപ്പൻ പറയുന്നത് നിന്റെ സമയം എത്തുന്നു എന്നതാണ്. മയിൽപീലി എന്നത് ഗുരുവായൂരപ്പന്റെ ഏറ്റവും ദിവ്യമായ ചിഹ്നങ്ങളിൽ ഒന്നാണ്. ഇത് സന്തോഷത്തിന്റെ, വിജയത്തിന്റെ, മനസ്സിന്റെ സമാധാനത്തിന്റെ പ്രതീകമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പറയുന്നത് ഒരു പുതിയ ഭാഗ്യചക്രം തിരിയാൻ പോകുന്നു എന്നതാണ്. നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ ശാശ്വതമല്ല, അത് ഒരു മാറ്റത്തിന് മുൻപുള്ള പരീക്ഷണ കാലമാണ്. വൈകിയ തീരുമാനങ്ങൾ, തടസ്സപ്പെട്ട അവസരങ്ങൾ, ആളുകളുടെ തെറ്റിദ്ധാരണ, മനസ്സിലെ ആശങ്കകൾ, ഇവയെല്ലാം ഇപ്പോൾ കൂടുതലായി തോന്നിയേക്കാം. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി പ്രവർത്തിക്കുന്നു എന്നതാണ്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കും. ഇത് ജോലി, ബിസിനസ്, പഠനം അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതം ഏതുമാകാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസരം നിങ്ങളെ തേടിയെത്തും. ഈ തിരഞ്ഞെടുപ്പ് ധനപരമായ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു. വരുമാനം വർദ്ധിക്കും, പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും, തടസ്സപ്പെട്ട പണം തിരിച്ചെത്തും, സാമ്പത്തിക സമ്മർദ്ദം കുറയും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ പതിയെ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കും. തെറ്റിദ്ധാരണകൾ മാറും, പഴയ അകലം കുറയും, പുതിയ നല്ല ബന്ധങ്ങൾ വരും. ചിലർ നിങ്ങളെ വീണ്ടും മനസ്സിലാക്കുന്ന സമയം വരും. ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്ന പ്രധാനമായ ഒരു കാര്യം ഇതാണ്: നീ ഭയപ്പെടേണ്ട. കാരണം നിങ്ങളിപ്പോൾ പോകുന്ന വഴിയിൽ വലിയൊരു മാറ്റം ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യചക്രം തിരിയുന്ന സമയം അടുത്തിരിക്കുന്നു. ഇപ്പോൾ വൈകിയതായി തോന്നുന്ന കാര്യങ്ങൾ പോലും പിന്നീട് ശരിയായ സമയമായി മാറും. പുതിയ ജോലി അവസരങ്ങൾ, ഇന്റർവ്യൂ വിജയ സാധ്യത, ബിസിനസ് വളർച്ച,
പുതിയ പ്രൊജക്റ്റുകൾ, ഇവയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വലിയ മാറ്റം വരാം. ഗുരുവായൂരപ്പൻ നിങ്ങളെ നിശബ്ദമായി സംരക്ഷിക്കുന്നു. നിങ്ങൾക്ക് അറിയാതെ തന്നെ ചില അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഭഗവാന്റെ ശക്തി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രധാന സന്ദേശമുണ്ട്. നിങ്ങൾ വൈകിയിട്ടില്ല, നിങ്ങൾ തോറ്റിട്ടില്ല. നിങ്ങൾ ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് കടന്നു വരും. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്നോ സ്ഥലത്തിൽ നിന്നോ വരാം. ആ വാർത്ത നിങ്ങളുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്തും. ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിന്റെ ജീവിതം ഞാൻ നയിക്കുന്നു. നീ വിശ്വസിച്ചാൽ വഴികൾ തുറക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്പർശിച്ചാൽ ഒരു നിമിഷം ഗുരുവായൂരപ്പനെ നന്ദിയോടെ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ. ഭഗവാന്റെ ഓം നമോ നാരായണായ എന്ന മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് ഗുരുവായൂരപ്പൻ സാധിച്ചു തരട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത മൂന്നാമത്തെ ചിത്രം ഓടക്കുഴൽ വായിക്കുന്ന ഗുരുവായൂരപ്പന്റെ ദിവ്യരൂപമാണ്. ഇത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് മനസ്സിന്റെ സമാധാനം, ആത്മീയ ഉണർവ്, ജീവിതത്തിലെ പുതിയ വഴിത്തിരിവുകൾ എന്നിവയുടെ ഒരു ദിവ്യ സൂചനയായി കാണപ്പെടുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫലം കാണുന്ന പലർക്കും ഉള്ളിൽ ഒരു നിശബ്ദ വേദനയുണ്ടാകാം. ആരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങൾ, പഴയ ഓർമ്മകളുടെ ഭാരം, ബന്ധങ്ങളിൽ ഉണ്ടായ അകലം, മനസ്സിലെ ഏകാന്തത, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക. പുറത്ത് നിങ്ങൾ സാധാരണ പോലെ കാണിച്ചാലും ഉള്ളിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാകാം. പക്ഷെ ഗുരുവായൂരപ്പൻ പറയുന്നത് നിന്റെ മനസ്സ് ഞാൻ കേൾക്കുന്നു എന്നതാണ്. ഓടക്കുഴൽ വെറും ഒരു വാദ്യമല്ല, അത് സമാധാനത്തിന്റെ ശബ്ദമാണ്. ഗുരുവായൂരപ്പൻ ഓടക്കുഴൽ വായിക്കുന്നത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കലഹം മാറി സമാധാനം വരാനിരിക്കുകയാണ് എന്നതാണ്. മനസ്സിലെ കുഴപ്പങ്ങൾ പതിയെ ശാന്തമാകുന്ന ഒരു സമയം അടുത്തിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തോട് ഒരു പ്രത്യേക ബന്ധമുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും മനസ്സിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും. ആ പ്രാർത്ഥനകൾ എല്ലാം ശൂന്യമായി പോകുന്നില്ല. ഗുരുവായൂരപ്പൻ അവയെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ അവൻ സമയത്ത് മറുപടി നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ചില വേദനകൾ ഇപ്പോഴും മനസ്സിലുണ്ടാകാം. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, തെറ്റിദ്ധാരണകൾ, വാക്കുകളിൽ ഉണ്ടായ വേദന, വിശ്വാസം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ. പക്ഷെ ഇപ്പോൾ ഗുരുവായൂരപ്പൻ പറയുന്നത് അതെല്ലാം മാറിത്തുടങ്ങും എന്നതാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പുതിയ മനസ്സിന്റെ സമാധാനം അനുഭവപ്പെടും. പഴയ ചിന്തകൾ നിങ്ങളെ അലട്ടുന്ന ശക്തി കുറയും. നിങ്ങൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങും. പക്ഷെ ഈ ചിരി കൂടുതൽ ആന്തരികമായ സന്തോഷത്തിൽ നിന്നായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങളിൽ മാറ്റം സംഭവിക്കും. അകലം മാറും, തെറ്റിദ്ധാരണകൾ ശമിക്കും, ചിലർ വീണ്ടും സമീപിക്കും, പുതിയ നല്ല ബന്ധങ്ങൾ വരും. പക്ഷെ ഏറ്റവും വലിയ മാറ്റം നിങ്ങളുടെ ഉള്ളിലാണ്. ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നീ ഒറ്റയ്ക്കല്ല. നീ കടന്നു പോകുന്ന വഴിയിൽ ദൈവീക സംരക്ഷണമുണ്ട്. നിങ്ങൾക്കറിയാതെ തന്നെ ചില പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാനിരിക്കുകയാണ്. പുതിയ അവസരങ്ങൾ, പുതിയ ആളുകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ സന്തോഷങ്ങൾ. ഇതെല്ലാം പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചിലർക്കായി ഇത് തൊഴിൽപരമായ മാറ്റത്തിന്റെ സമയമായിരിക്കാം. ജോലി മാറ്റം, പുതിയ അവസരം, വളർച്ചയുടെ സാധ്യത, പഠനത്തിൽ വിജയം. നിങ്ങളുടെ പരിശ്രമം ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭയങ്ങൾ ശാശ്വതമല്ല, അതൊരു ഘട്ടം മാത്രമാണ്. ഗുരുവായൂരപ്പൻ പറയുന്നത് പോലെ നീ ഭയപ്പെടേണ്ട, എല്ലാം ശരിയാകും. വളരെ പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും. ഇത് നിങ്ങളുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു നല്ല മാറ്റം സംഭവിക്കും. ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ വിശ്വസിച്ചാൽ വഴി തുറക്കപ്പെടും. ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ സ്പർശിച്ചാൽ ഒരു നിമിഷം കണ്ണുകളടച്ച് ഗുരുവായൂരപ്പനെ ഓർത്ത് നന്ദിയോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ. ഭഗവാനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഓരോ മന്ത്രജപവും ഓരോ പ്രാർത്ഥനയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.